സണ്ണി ഡേ ആയിരുന്നു ഇന്ന്. എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിൽ എത്തിയപ്പോഴാണ് ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലായത്. പെട്ടെന്നാണ് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ തോന്നിയത്. ഷാൻജി ചേട്ടൻ്റെ വീഡിയോ മനസ്സിൽ ധ്യാനിച്ച് ബീഫ് എടുത്ത് പുറത്തു വെച്ചു. പിന്നീട് അതിനാവശ്യമായിട്ടുള്ള അരിയും മറ്റു സാധനങ്ങളും. ആദ്യം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒരു മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നീട് അതിനാവശ്യമായിട്ടുള്ള ഒരു സവോള അതും ചെറുതായി അരിഞ്ഞെടുത്തു. കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചു. എണ്ണ ഒഴിച്ചു. സവോള നല്ല രീതിയിൽ വഴറ്റി. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് അരച്ച സാധനങ്ങളും തക്കാളിയും ചേർത്ത് നല്ലോണം വഴറ്റി. എല്ലാം വെന്ത് വന്നതിന് ശേഷം ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇവ ചേർത്ത് ബീഫും ചേർത്ത് വെച്ച് അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 4-5 സീറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. വെന്ത ബീഫ് നമ്മൾ കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റും. സ്റ്റോക്ക് എടുത്ത് അളന്ന് വെക്കും. 2 കപ്പ് കുതിർത്ത അരിക്ക് 3 കപ്പ് വെള്ളം എന്ന കണക്കിന് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് അരിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊറിയാണ്ടർ ലീഫ് ഇട്ട് നല്ല രീതിയിൽ ഇളക്കുകയാണ്. ഇതാണ് ഇതിനൊരു ഫ്ലേവർ കൊടുക്കുന്നത്. 1 വിസിൽ മതി. 1 വിസിൽ കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇറച്ചിച്ചോറ് റെഡി.